ഇളയച്ച വരൂന്നും പറഞ്ഞ് അഖില അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇളയച്ചൻ പറയുകയാണ്, മരണദൂതന്റെ വരവ് അറിയിച്ചിരിക്കുന്നു. വൈകാതെ അവൻ ഈ കുടുംബത്തിൽ എത്തും. എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ ഒരു ദുർമരണം ഉറപ്പിക്കാം. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ഇളയച്ചാന്ന് അഖില വിളിക്കുമ്പോൾ അഖില പറയുകയാണ്, അറിഞ്ഞോ അറിയാതെയോ ഈ വീട്ടിന്റെ തെക്കേ വളപ്പിൽ ഒരു മൃതശരീരം സംസ്കരിക്കപ്പെട്ടപ്പോൾ ആ കർമ്മം കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം കാണുമെന്ന് കരുതിയതാണ്. പക്ഷേ അതുകൊണ്ടും നിവർത്തി കണ്ടില്ല. കാര്യങ്ങൾ അതീവ ഗുരുതരമായിരിക്കുന്നു. എത്രയും വേഗം ഇവിടെ എത്തണമെന്ന് ഒരു ഉൾവിളി ഉണ്ടായി. അതാണ് ഇങ്ങനെയൊരു വരവിന് ആധാരം. യമധർമ്മ കൽപ്പന ശിരസാവഹിക്കാൻ പോകുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞത്. മരണം അടുത്തുകൊണ്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല, തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ തന്നെയാണ്. ഇത് കേട്ട് എല്ലാവരും ഒരുപോലെ അന്തിച്ചു നിൽക്കുകയാണ്. കാലപുരുഷന്റെ ആജ്ഞയെ അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇതിന് പരിഹാരമില്ലേ ഇളയച്ച എന്ന് ചോദിക്കുകയാണ് അഖിലാണ്ടേശ്വരി. ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിച്ച ശേഷം ഇളയച്ചൻ പറയുകയാണ്, പരിഹാരമുണ്ട്, ഒരേ ഒരു പരിഹാരം. 36 യാമങ്ങൾക്കുള്ളിൽ കുടുംബത്തിന്റെ അവകാശം കൈവശമുള്ള വ്യക്തി ആ അധികാരം കുടുംബത്തിന്റെ മൂത്ത മരുമകൾക്ക് കൈമാറിയിരിക്കണം. അതായത് അഖില സ്ഥാനമൊഴിയണം. അത് കേട്ട് കല്യാണിയെ ഒന്ന് തറപ്പിച്ചു നോക്കുകയാണ് അഖില. ഇളയച്ചൻ പറയുകയാണ്, ഗുരു കാരണവന്മാരുടെ തീരുമാനമാണിത്. ജീവിച്ചിരിക്കെ ബലിതർപ്പണത്തിന് ഇരയാകേണ്ടി വന്നത് ഇരിക്കപ്പിണ്ടത്തിന് സമമാണ്. തൃച്ചംബരത്ത് അങ്ങനെ ഒരു വ്യക്തിക്ക് അധികാരസ്ഥാനത്തിരിക്കാൻ അവകാശമില്ല. ഇത് കേട്ട് ആനന്ദ് ഒന്ന് സന്തോഷിക്കുമ്പോൾ ഇളയച്ചൻ വീണ്ടും പറയുകയാണ്, അതിന് മൂത്ത മരുമകൾ അനുയോജ്യല്ല എന്നുണ്ടെങ്കിൽ ആനന്ദ് വീണ്ടും ഒരു വിവാഹം കഴിക്കണം. അത് കേട്ട് ആനന്ദ് അന്തം വിട്ടു നിൽക്കുമ്പോൾ ഇളയച്ചൻ വീണ്ടും പറയുകയാണ്, എന്നാൽ അതിനായി ഇവിടത്തെ മൂത്ത മരുമകൾ അനുയോജ്യ തന്നെയാണ്. പക്ഷേ നിലവിലുള്ള മരുമകൾക്ക് അവകാശം കൈമാറാൻ ഇപ്പോഴത്തെ അധികാരിക്ക് പൂർണ്ണ സമ്മതം മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ദുർമരണം അത് സംഭവിക്കും. ശിവരാമകൃഷ്ണന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ വരുന്ന 7 ദിവസങ്ങൾക്കുള്ളിൽ അധികാര കൈമാറ്റം നടന്നിരിക്കണം. അല്ലാത്ത പക്ഷം ദുർമരണം അത് സംഭവിച്ചിരിക്കും. ശിവരാമകൃഷ്ണന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ വരുന്ന 7 ദിവസങ്ങൾക്കുള്ളിൽ അധികാര കൈമാറ്റം നടന്നിരിക്കണം. അതിന് പുനർവിവാഹമാണ് അഭികാമ്യമെങ്കിൽ അത് ഉടൻ നടന്നിരിക്കണം. ഇതിനൊരു പരിഹാരമുള്ളൂ. ആനന്ദിനെയും കല്യാണിയെയും മാറി മാറി നോക്കിയിട്ട് അഖിലാണ്ടേശ്വരി അകത്തേക്ക് പോവുകയാണ്. കണ്ണീർ തുടച്ച ശേഷം കല്യാണിയും അഖിലയുടെ അടുത്തേക്ക് പോവുകയാണ്. അഖിലയുടെ റൂമിലെത്തിയ കല്യാണി അകത്തു നിന്നും വാതിൽ അടയ്ക്കുകയാണ്. മാഡം എന്ന് കല്യാണി വിളിക്കുമ്പോൾ അഖില പറയുകയാണ്, ഇളയച്ചൻ പറഞ്ഞത് കേട്ടില്ലേ, എന്റെ കൃഷ്ണേട്ടന് മരണം സംഭവിക്കുമെന്ന്. അതിനുള്ള പരിഹാരവും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ മാഡം. പറഞ്ഞു എന്ന് അഖില പറയുമ്പോൾ കല്യാണി ചോദിക്കുകയാണ്, മാഡം അഭിപ്രായമൊന്നും പറഞ്ഞില്ല. മൂത്ത മരുമകൾക്ക് എല്ലാ അധികാരവും കൈമാറണം. അവൾക്കതിനുള്ള യോഗ്യതയില്ലെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കണം. അതിന് അവൻ തയ്യാറാവുമോ എന്ന് ചോദിക്കുകയാണ് അഖില. ആ ചോദ്യം കേട്ടപ്പോൾ ചിരി വരുത്തിക്കൊണ്ട് കല്യാണി പറയുകയാണ്, അപ്പോൾ ഞാൻ അതിന് തയ്യാറാകുമെന്ന് മാഡത്തിന് വിശ്വാസമുണ്ട് അല്ലേ? ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ മാഡം തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. ഉചിതമായൊരു തീരുമാനമെടുക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അഖില. എനിക്കതിന് കഴിയില്ല. എനിക്ക് നിന്നെക്കാളും ആനന്ദിനേക്കാളും വലുത് എന്റെ കൃഷ്ണേട്ടന്റെ ജീവൻ തന്നെയാണ്. രക്തബന്ധങ്ങൾക്കോ വ്യക്തിബന്ധങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല. മാഡത്തിനെ സംബന്ധിച്ച് ഞാൻ രക്തബന്ധവും വ്യക്തിബന്ധവും ഉള്ള ആളല്ല. വലിയ കുഞ്ഞ് എന്റെ കഴുത്തിൽ താലി കെട്ടി. ആ താലിച്ചരട് മാഡത്തിനെയും വലിയ കുഞ്ഞിനെയും ഒരുപാട് അകറ്റി. വലിയ കുഞ്ഞിന്റെ ജീവന്റെ തുടുപ്പ് എന്റെ ഉദരത്തിൽ വളരാൻ തുടങ്ങിയപ്പോൾ ആരോ അതിനെയും ഇല്ലാതാക്കി. അതുകൊണ്ട് തന്നെ മാഡത്തിന്റെ മനസ്സിൽ ഞാൻ തീർത്തും അന്യയായി. താലി കയ്യിലെടുത്തുകൊണ്ട് കല്യാണി പറയുകയാണ്, ശേഷിക്കുന്ന ബന്ധം ഈ താലി മാത്രമാണ്. മാഡത്തിന്റെ ഭർത്താവിന് വേണ്ടി ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട് കല്യാണിയെ നോക്കുകയാണ് അഖില. അഖില പറയുകയാണ്, എനിക്ക് എന്റെ ഭർത്താവിനെ ജീവനോടെ വേണം, അത്രയുള്ളൂ. അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞല്ലോ മാഡം. ശിവരാമ സാറിന്റെ ജീവൻ നിലനിർത്താൻ ഞാൻ വലിയ കുഞ്ഞിനെ മറക്കാം. ഇനി അതല്ല, എന്റെ ജീവനാണ് വേണ്ടതെങ്കിൽ അതും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. വീണ്ടും സംശയത്തോടെ അഖില ചോദിക്കുകയാണ്, ഒരു വിവാഹമോചനം അതിന് ആനന്ദ് തയ്യാറാകുമോ? അവൻ സമ്മതിച്ചില്ലെങ്കിലോ? കല്യാണി പറയുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഭാര്യ മരണപ്പെട്ട ഒരു ഭർത്താവിന് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ലല്ലോ. ഇളയച്ചൻ മറുപടിക്കായി കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് കല്യാണി പോകാൻ തുടങ്ങുമ്പോൾ അഖില വീണ്ടും വിളിക്കുകയാണ്, കല്യാണി. അഖില പറയുകയാണ്, വളർന്നു വന്ന സാഹചര്യങ്ങളും ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടുകളുമൊക്കെ മനുഷ്യനെ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരാൻ പഠിപ്പിക്കും. അതൊന്നും മനഃപൂർവ്വമല്ല. സമൂഹം അവർക്ക് കൽപ്പിച്ചു കൊടുത്ത പദവികൾക്ക് മങ്ങലേൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കുടുംബത്തിന്റെ യശസ്സും പാരമ്പര്യവും ഒക്കെ ഞാനായിട്ട് നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മാഡം എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് കല്യാണി. പറയാം, ഒരു സ്ത്രീക്ക് അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ത്യാഗമാണ് നീ ചെയ്യാൻ പോകുന്നത്. അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകണമെങ്കിൽ ചേരുംപടി ചേരുക തന്നെ ചെയ്യണം. അന്നേരം കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് കല്യാണി പറയുകയാണ്, മനസ്സിലായി. ആദ്യം ഈ തീരുമാനം എല്ലാവരും അറിയട്ടെ.
അതിനുശേഷം കണ്ണുകൾ തുടച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കല്യാണി. പുറത്തിറങ്ങിയ കല്യാണി ഇളയച്ചനോട് പറയുകയാണ്, വലിയ കുഞ്ഞ് വീണ്ടും വിവാഹം കഴിക്കുന്നതിൽ ഞാൻ എതിര് നിൽക്കില്ല, എനിക്ക് സമ്മതമാണ്. ഇത് കേട്ട് ആകെ അന്തം വിടുകയാണ് ആനന്ദ്. കല്യാണി എന്ന് ഉറക്കെ വിളിക്കുകയാണ് ആനന്ദ്. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, കല്യാണി നടക്കാൻ പാടില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. കല്യാണി പറയുകയാണ്, ഇത് നടക്കേണ്ട തീരുമാനമാണ് സാർ. രവിന്ദ് ചോദിക്കുകയാണ്, കല്യാണി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നന്ദനയും പറയുന്നു, കല്യാണി നീ വെറുതെ ഓരോന്ന് വിളിച്ചു പറയരുത്. കല്യാണി പറയുകയാണ്, എന്റെ അച്ഛൻ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, തൃച്ചംബരത്ത് അഖില മേഡവും ശിവരാമൻ സാറും ഞങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളാണെന്ന്. ആ ദൈവങ്ങളിൽ ഒരാളാണ് ഇല്ലാണ്ടാവാൻ പോകുന്നത്. അതിന് ഞാൻ സമ്മതിക്കില്ല. ശിവരാമ സാറിന്റെ ജീവൻ നിലനിൽക്കണം. അതിനുവേണ്ടി വലിയ കുഞ്ഞിന്റെ ഭാര്യാപദവി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പൂർണ്ണ മനസ്സോടെ എന്ന് പറയുമ്പോൾ സങ്കടത്തോടെ ആനന്ദ് കല്യാണി എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? കല്യാണി പറയുകയാണ്, നല്ല ബോധത്തോടെ തന്നെയാണ് ഞാൻ വലിയ കുഞ്ഞെ പറയുന്നത്. ഞാൻ വലിയ കുഞ്ഞിനെ സ്നേഹിച്ചതും നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചതും വലിയ തെറ്റായി പോയെന്ന് എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. അർഹതയില്ലാത്തത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈയെടുത്ത് വലിയ കുഞ്ഞിന്റെ കല്യാണം നടത്തും. അത് നടക്കണം. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, കല്യാണി അരുത്. എന്റെ മരണം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ എടുക്കുന്ന തീരുമാനം കൊണ്ട് എത്രനാൾ നിനക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയും? ജനിച്ചാൽ ഒരിക്കൽ മരിച്ചല്ലേ പറ്റൂ. എന്റെ സമയമാവുമ്പോൾ എനിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇളയച്ചന്റെ കാല് പിടിച്ച് കല്യാണി പറയുകയാണ്, വലിയവനിൽ വലിയവനായ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. അവിടെന്ന് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇളയച്ചൻ കല്യാണിയെ അനുഗ്രഹിക്കുകയാണ്. ഈ തീരുമാനത്തിൽ ആകെ സന്തോഷിക്കുന്നത് വിലാസിനി മാത്രമാണ്. അനുഗ്രഹം വാങ്ങിയ ശേഷം അവിടെ നിന്നും പോവുകയാണ് കല്യാണി. പിന്നീട് കാണിക്കുന്നത് ഗംഗയെയും പ്രിയങ്കയെയും ശ്രീനിയുമാണ്. ഗംഗ പറയുകയാണ്, വിലാസിനി ആന്റിയുടെ ഈ വരവിൽ എന്തോ പ്രത്യേകതയുണ്ട്. ശ്രീനി പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചൂടുള്ള വാർത്തയില്ലാതെ തൃച്ചംബരത്ത് വിലാസിനി നാഗമഠത്തെ പ്രിയങ്കയുടെ അടുത്തേക്ക് വരാറുണ്ടോ? നേരം വിലാസിനി അവിടേക്ക് എത്തുകയാണ്. ഗംഗ പറയുകയാണ്, ആളെത്തിയല്ലോ. വിലാസിനി പറയുകയാണ്, പ്രിയങ്കെ തൃച്ചംബരത്തെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്നു. അതെ, നീ അകത്തേക്ക് വാ, എല്ലാം പറയാം. ഇവിടെ നിൽക്കുന്നതൊന്നും അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് വിളിക്കുകയാണ് വിലാസിനി. പ്രിയങ്ക പറയാണ്, അതെ ആന്റി, ഇത് നാഗമഠം തറവാടാണ്. ഇവിടെ ഉള്ളത്ര സേഫ്റ്റി ആന്റിക്ക് തൃച്ചംബരത്ത് പോലും കിട്ടുകയില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ശിവരാമൻ വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ തൃച്ചംബരത്തേക്ക് എത്തിയല്ലേ? വിലാസിനി പറയണ, അയ്യോ, ശിവരാമേട്ടൻ തൃച്ചംബരത്തെത്തിയ വാർത്തയൊന്നും പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെയെന്ന് ഗംഗ ചോദിക്കുമ്പോൾ വിലാസിനി പറയുകയാണ്, തൃച്ചംബരത്ത് ഋഷികേശ സ്വാമികൾ വന്നിരുന്നു. ആര്? അഖിലയുടെ ഇളയച്ചനോ എന്ന് ചോദിക്കുകയാണ് പ്രിയങ്ക. വിലാസിനി പറയുന്നു, ആ അതെ, സാക്ഷാൽ ഋഷികേശ സ്വാമികൾ തന്നെ. പ്രിയങ്ക ചോദിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടാകുമല്ലോ. എന്ത് പുതിയ പൂജയാണ് തൃച്ചംബരത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പൂജയൊന്നും അല്ല പ്രിയങ്ക, കല്യാണം. കല്യാണമോ എന്ന് അതിശയത്തോടെ ചോദിക്കുകയാണ് പ്രിയങ്ക. തൃച്ചംബരത്തിന് ആരാണ് കല്യാണം കഴിക്കാനുള്ളത്? വിലാസിനി പറയുകയാണ്, തൃച്ചംബരത്തെ മൂത്തപുത്രനായ ആനന്ദകൃഷ്ണന് കല്യാണം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.